ഹായ്, ഇന്ന് എൻ്റെ മറ്റൊരു നൈറ്റ് ഓഫ് ആയിരുന്നു. ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, ഈ കിട്ടുന്ന ഓഫൊന്നും ഉറക്കത്തിനല്ലാതെ വേറെ ഒന്നിനും എനിക്ക് തികയുന്നില്ല എന്ന്. സോ ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു പ്ലേസാണ് ഇവിടെ അടുത്തുള്ളൊരു ഫാം. എൻ്റെ പ്ലേസിൽ നിന്ന് ഒരു 30 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഓഫ് കോഴ്സ് അതൊരു വില്ലേജ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. സോ ഇതൊരു സോപ്ഫ്ലി എന്ന് പറഞ്ഞൊരു ഫാമാണ്. ഇവർ മെയിൻലി കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫ്ലവേഴ്സും പിന്നെ ഫ്രൂട്ട്സും ആണ്. ഒരു സൈഡിൽ ഫുള്ള് പലതരത്തിലുള്ള പല കളറിലുള്ളതായിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് കാണാൻ പറ്റി. പെട്ടെന്ന് ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചിറ്റന്മാരെയായിരുന്നു ഓർത്തു പോയത്. ചിറ്റന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരുടെ വൈഫുമാരാണ്. കാരണം അവർക്ക് ഈ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു, എൻ്റെ ചിറ്റന്മാർ ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇത് മൊത്തം ഉടലോടെ എടുത്തുകൊണ്ട് പോയാനായിരുന്നു. കാരണം അവർക്ക് ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ കുറിച്ചും പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. എനിക്കിതിൻ്റെ ABCD അറിയത്തില്ലെങ്കിലും ഇതിൻ്റെ ഭംഗി കാണുമ്പോഴൊക്കെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ഈ ഒരു ഫുൾ റോയിൽ നിൽക്കുന്നത്. കണ്ടില്ല, അതിൻ്റെ മറ്റൊരു കളറാണ് ഇത്. ഈ ഫ്ലവേഴ്സിൻ്റെ പേരൊന്നും എനിക്ക് അത്ര പിടുത്തമൊന്നുമില്ല, പക്ഷേ എനിക്കറിയാവുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മുടെ സൺഫ്ലവർ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈവനിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതെല്ലാം ഭയങ്കരമായിട്ട് വാടിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ മറ്റൊരു സൈഡിൽ ഇത് ഫുള്ളി കരിഞ്ഞ് നിൽക്കുന്ന സൺഫ്ലവർ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ സാധനമാണ് തല്ലിയെടുത്തിട്ടാണ് സൺഫ്ലവർ സീഡ് എടുക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ റാസ്ബെറീസ്. ഇത് അധികം കായൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കണ്ടതാണ് ചോളം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സൂര്യൻ്റെ വെട്ടടിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഞാൻ കാർട്ടൂൺസിലൊക്കെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. ചോളകൃഷി നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഞാനിതുവരെയായിട്ടും ഈ പ്ലാന്റായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഹാൻഡ് പിക്ക് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോകാം, പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം എനിക്കറിയത്തില്ലായിരുന്നു. അവിടുന്ന് ഒരു ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വരണമായിരുന്നു ഇത് ഹാൻഡ് പിക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ കണ്ടതാണ് ആപ്പിൾ മരം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത്. ഐ മീൻ ഈ ആപ്പിൾ മരത്തിലിങ്ങനെ ആപ്പിൾ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിങ്ങനെ ചെറിയൊരു മരമായിട്ട് നമുക്ക് പറിക്കാൻ പാകത്തിനായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഫുള്ളും ഈ സൈഡ് ഫുള്ളും ആപ്പിൾ മരമാണ്. ഇതുണ്ട്, ഈ നിറച്ച് ആപ്പിൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. നല്ല രസമായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നിലത്തും കുറേ എണ്ണം കൊഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പിക്ക് ചെയ്ത ഫ്രൂട്ട്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ബില്ല് ചെയ്ത് വാങ്ങിക്കാം. അതുമല്ല, ഇവരുടെ തന്നെ കുറേയധികം ഓർഗാനിക്കായിട്ടുള്ള ജാമും പിന്നെ തേനും ഒക്കെ ഇവിടെ കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. സ്ട്രോബെറി, റാസ്ബെറി, പിന്നെ ഗൂസ്ബെറി. പിന്നെ ഞാനൊരു റാസ്ബെറി ജാം എടുത്തു. കാരണം ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാനോർത്ത് ഇത് കൊണ്ടുപോകാമെന്ന്. പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് ഒരു 5 o'clock അറൗണ്ട് ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കാരണം 5 o'clock ആകുമ്പോഴത്തേക്കും ഫാം അടയ്ക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴേലും കാണാം. ബൈ.